കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കലൂരിലുണ്ടായ ദൗർഭാഗ്യകരമായൊരു സംഭവത്തിൽ തൃക്കാക്കര MLA ഉമാ തോമസിന് ഗുരുതരമായി പരിക്കേൽക്കുകയും വലിയ ആശങ്ക ഉണ്ടായിരുന്ന തുടക്കത്തിൽ ആശങ്ക ഇപ്പോൾ നേരിയ ആശ്വാസത്തിന് വഴിമാറുകയും ചെയ്യുന്നുണ്ട്. ഉമാ തോമസിന് വേഗത്തിൽ അവരുടെ ആരോഗ്യനില വീണ്ടെടുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനകളാണ് നിലവിലുള്ളത്. പക്ഷേ ആ സംഭവത്തിന് പിന്നാലെയാണ് ഉമാ തോമസ് ഒപ്പം മന്ത്രി സജി ചെറിയാനുമൊക്കെ പങ്കെടുത്തിരുന്ന കലൂരിലെ ഒരു ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നൃത്ത പരിപാടി. ആ നൃത്ത പരിപാടി മുഴുവൻ തട്ടിപ്പുകളുടെ ഒരു വലിയ മഹാമേളയായിരുന്നു എന്നുള്ളത് അറിയുന്നത് ഈ സംഭവത്തിന് പിന്നാലെയാണ്. അതിന് ഉമാ തോമസിന് പരിക്കേൽക്കേണ്ടി വന്നു. ഇത്തരം ഒരു വലിയ തട്ടിപ്പുകളുടെ ഒരു വലിയ വാർത്തകൾ പുറത്തു വരുന്നതിനെന്നും കൂടി നമ്മൾ അറിയുകയാണ്. അപ്പോൾ ഈ വലിയ തോതിലുള്ള പണപ്പിരിവ്, വലിയ കൊള്ള, ഇതൊക്കെ അതിന് പിറകിൽ നടക്കുന്നു. ഒപ്പം തന്നെ ഇതിന് അനുമതി നൽകിയ, ലൈസൻസ് നൽകിയ കാര്യത്തിലൊക്കെ വലിയ അനാസ്ഥയും അപാകതയും ഒക്കെ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഓരോ മണിക്കൂറിലും പുറത്തു വരികയാണ്. അപ്പോൾ തട്ടിപ്പിൻ്റെ പുതിയ ഓരോ വേർഷനുകൾ കാണുന്നതിൻ്റെ ഒരു ഞെട്ടൽ കൂടി മലയാളി ഈ കഴിഞ്ഞ സമയങ്ങളിലെ, കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അനുഭവിക്കും കൂടിയാണ്. അപ്പോൾ ആ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ അവസാനമായി. നാസിർ, ഇന്നിപ്പോൾ രാവിലെ നമ്മളാണ് ആ വാർത്ത കൊടുത്തത്, ആ പരിപാടിക്ക് ലൈസൻസ് ഇല്ലായിരുന്നു എന്നുള്ളത്. മാത്രമല്ല സ്റ്റേജ് നിർമ്മാണം, അതിലെ അപാകതകൾ, ഉമാ തോമസ് വീഴാനിടയായ സാഹചര്യം, അതിലിപ്പോൾ കേസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഇത്തരം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള വലിയ വലിയ തട്ടിപ്പുകൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു അപകടം വരേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതിൽ രണ്ട് വശമുണ്ട്. അതിനെ രണ്ടായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, തട്ടിപ്പുകൾ എന്ന് പറഞ്ഞൊരു സംഗതി, ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലടക്കമുള്ള തട്ടിപ്പുകാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ പിന്നെ എളുപ്പത്തിൽ കഴിയും. കേരളത്തിൽ തട്ടിപ്പുകളിൽ പോയി വീണ് കൊടുക്കാൻ ആളുകൾ ഉള്ളത് കൊണ്ടാണ് തട്ടിപ്പുകൾ എളുപ്പത്തിൽ നടക്കുന്നത് എന്നുള്ള ഒരു സംഗതി, അത് വേറെ. അതേ സമയത്ത് തന്നെ ഇത്തരത്തിൽ അതിഭയങ്കരമായി ജനക്കൂട്ടം പങ്കെടുക്കുന്നൊരു പരിപാടി, ഇപ്പം ഈ പരിപാടിയിൽ കാഴ്ചക്കാരല്ലാതെ ഇതിൻ്റെ പ്രകടനത്തിൻ്റെ അതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ, ഇതിലെ നർത്തകർ മാത്രം 12,000-ഓളം ആൾക്കാർ വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആകപ്പാട സ്റ്റേഡിയത്തിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം എത്രമായിരിക്കും എന്നറിയാലോ. പിന്നെ അത് കാണാൻ വരുന്ന ആളുകൾ, അവരെയും കൊണ്ടുവരുന്ന ആളുകൾ, അത് കാണാൻ വരുന്ന ആളുകൾ, ആകെ മൊത്തത്തിൽ എന്താണെങ്കിലും 4,00,000-ലധികം ആളുകൾ ആ സ്റ്റേഡിയത്തിൽ ഉണ്ടാവുമെന്ന് ഉറപ്പായിരിക്കെ ഇത്ര വലിയ സംഘടനമുള്ള, ഇത്ര വലിയ ആൾക്കൂട്ടമുള്ള ഒരു സംഗതി സംഘടിപ്പിക്കുക, അതൊരു സ്റ്റേഡിയത്തിനകത്തൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഏതൊക്കെ തരത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൊച്ചി നഗരത്തിനെയും കൊച്ചി നഗരം ഭരിക്കുന്നവർക്കും അറിയില്ല എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, 1 വർഷത്തിന് 1-2 വർഷത്തിന് മുമ്പാണ് അവിടെ തൊട്ടിപ്പുറത്ത് ഒരു 4 കിലോമീറ്റർ ഇപ്പുറത്ത് കളമശ്ശേരിയിൽ കുസാറ്റിൽ ഇതേപോലെ കോളേജ് അങ്കണത്തിൽ ഒരു സംഭവം നടന്നിട്ട് തിക്കുതിരക്കുണ്ടായിട്ട് 4 കുട്ടികൾ മരിച്ചത്. അന്നിറക്കുന്ന ഒരുപാട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പുതുതായിട്ട് പുതുക്കിയത്, പുതുതായിട്ട് മുന്നോട്ട് വെക്കുന്ന, പഴയ നിയമങ്ങൾ എടുത്തിട്ട് കൊണ്ടുവരുന്ന ഒരുപാട് സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. കേരളത്തിലുള്ള ഒരു പ്രശ്നം, സുരക്ഷാ മാനദണ്ഡം ഒരപകടമുണ്ടായി 3-4 ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. ഇപ്പോൾ കേരളത്തിൽ ഓർമ്മ ഉണ്ടാകും നിങ്ങൾക്ക്, ബസ് അപകടം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ള ഒരു 4-5 ആൾക്കാരൊക്കെ മരിക്കുന്ന ബസ് അപകടം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ള ഒരു നിയമമാണ് ബസ്സിൻ്റെ അവസാനത്തെ ഭാഗം, ലാസ്റ്റിലെ ഗ്ലാസ്, പുറത്തെ ഗ്ലാസ്, അത് 2 ഭാഗത്തേക്ക് തുറക്കുന്ന തരത്തിലുള്ള ഡോറായിരിക്കണം എന്നുള്ളത്. ഈ ഏറ്റവും അവസാനത്തെ ഗ്ലാസ് ഉണ്ടല്ലോ, അവസാനത്തെ ബോഡി തന്നെ അത് തുറക്കുന്ന ഗ്ലാസ് ആയിരിക്കണം. മുൻപിലോ സൈഡിലോ എവിടെയെങ്കിലും അപകടം പറ്റിയാലും ഈ ഡോറ് മൊത്തത്തിൽ തുറന്നിട്ട് ആളുകളെ ഒരു നിമിഷം കൊണ്ട് മുഴുവൻ ആളുകളെയും പുറത്തിറക്കാവുന്ന തരത്തിൽ ആയിരിക്കണം എന്നൊരു സാധനമുണ്ട്. നമുക്ക് ഓർമ്മയുണ്ടാവും, ഇവിടെ ഈ നമ്മളുടെ ഇതിനപ്പുറത്ത് അരീക്കടിനപ്പുറത്ത് ചാലിയാറിൽ ഒരു അപകടം ഉണ്ടായിട്ട് കുട്ടികൾ, ഒരു തോണി അപകടം ഉണ്ടായിട്ട് കുട്ടികൾ മരിച്ചപ്പോഴാണ്, മുറുക്കനാട് തോണി അപകടം ഉണ്ടായിട്ട് കുട്ടികൾ മരിച്ചപ്പോഴാണ് കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കണമെന്ന് ഗവൺമെൻറ് പറഞ്ഞത്. ഇതൊക്കെ പിന്നീട് എന്തായെന്ന് നമ്മൾ ആലോചിക്കാറേ ഇല്ല. അപ്പം നിയമം കൊണ്ടുവരും. അന്ന് അപകടമുണ്ടായ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്നുകിൽ പഴയ നിയമം തട്ടിപ്പറിച്ച് കൊണ്ടുവരും, അല്ലെങ്കിൽ കമ്മീഷനെ വെച്ചിട്ട് പുതിയ നിയമം അപ്പം കൊണ്ടുവരും. പിന്നീട് ഇത് എന്താവുമെന്ന് ആലോചിക്കാറേ ഇല്ല. അതേപോലെ തന്നെ നമ്മളുടെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ തിരൂരുണ്ടായ ബോട്ടപകടം ഉണ്ടായ സമയത്തും വന്ന നിയമങ്ങൾ, താനൂർ ബോട്ടപകടം ഉണ്ടായപ്പോൾ വന്ന സാധനങ്ങൾ, അപകടത്തിൻ്റെ പിറ്റേ ദിവസം നിയമം കൊണ്ടുവരിക, എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം അത് മറന്നു പോവുക എന്നുള്ളതാണ് ഒരവസ്ഥ.
അതാണ് ഈ സംഭവത്തിൽ സംഭവിക്കുന്നത്. എന്നിട്ടാണ് ഇപ്പം നമ്മൾ ഇത് ഉണ്ടായിരിക്കുകയാണ്. ഇത് കോർപ്പറേഷനാണോ അതല്ല പിന്നെ ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണോ അതിന് അനുമതി കൊടുക്കേണ്ടിയിരുന്നത്, ആരോടാണ് അനുമതി വാങ്ങിയത്, ആരുടെ ഉദ്യോഗസ്ഥരാണ് നോക്കിയതെന്നുള്ള തർക്കത്തിന് നിൽക്കുന്നത്. അതൊരു വശം. അതിനേക്കാൾ ഭയങ്കരമായിട്ട് ഉള്ളൊരു പ്രശ്നമാണ് ഈ പറയുന്ന തട്ടിപ്പുകളുടെ വശം. തട്ടിപ്പുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്ത് വിധം തട്ടിപ്പിനും ആൾക്കാർ പോയിട്ട് വശംവദരായി കൊടുക്കാൻ, തട്ടിപ്പിന് അങ്ങോട്ട് ചെന്നു കൊടുക്കാൻ. ഇപ്പോൾ വിജയകരമായി തട്ടിപ്പ് നടത്തി കൊടുക്കപ്പെടുമെന്ന് രാവിലെ ഏതെങ്കിലും ഒരു പത്രത്തിൽ ഒരു പിന്നെ പരസ്യം കൊടുക്കുന്നതൊക്കെ, ഒരു ക്ലാസിഫൈഡ് പരസ്യം 350 ഉറുപ്പിക ചിലവാക്കിയിട്ട് ഒരു മലയാള പത്രത്തിൽ വിജയകരമായി തട്ടിപ്പ് നടത്തി കൊടുക്കപ്പെടും എന്ന് പറഞ്ഞൊരു ഫോൺ നമ്പറും വെച്ചിട്ട് ഒരു 10 ആളെങ്കിലും വിളിക്കും. അല്ല സാർ അതെങ്ങനെയാണത് നടത്തുക വെച്ചിട്ട്. അത് കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. അത് പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല, പ്രശസ്തിക്ക് വേണ്ടി പോലും ഇതിൽ പോയി വീണു കൊടുക്കാൻ പറ്റും. സാധാരണഗതിയിൽ പൈസ ഇരട്ടിപ്പിക്കാൻ, വളരെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ മാത്രമാണ് തട്ടിപ്പ് നടത്തുക എന്നാണല്ലോ നമ്മൾ വിചാരിക്കുക. ഇത് അതൊന്നുമല്ല. ഇത് പ്രശസ്തി കിട്ടാനും വളരെ പെട്ടെന്ന് പ്രശസ്തരാവാൻ വേണ്ടിയിട്ടും എന്ത് തട്ടിപ്പിനും ആൾക്കാർ കണ്ണു കൊടുക്കുന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണിത്. ഇതിപ്പം ഏറ്റവും അവസാനം പുറത്ത് വന്നപ്പോഴെന്താണ്, ഇതിൽ ആ നൃത്തം നയിച്ച അല്ലെങ്കിൽ നൃത്തത്തിൻ്റെ നായികയായിട്ട് നിന്ന ഒരാൾ മാത്രമാണ് ഗിന്നസ് ബുക്കിൽ പേര് വരൂ, അവർക്ക് മാത്രമാണ് ഗിന്നസ് സർട്ടിഫിക്കറ്റ് എന്ന് വരെ വന്നു. എന്നിട്ട് ഗിന്നസ് 12,000 ആൾക്കാർ ഒരുമിച്ച് നിന്ന് ഡാൻസ് ചെയ്തിട്ട് ഗിന്നസ് സർട്ടിഫിക്കറ്റിൽ പിന്നെ ഗിന്നസിൽ പേര് വരുമെന്ന് 12,000-1 ആയിട്ട് ഗിന്നസിൽ പേര് വരും എന്ന് കേട്ടിട്ട് 3,000 ഉറുപ്പിക കൊണ്ടേ അടക്കാൻ. അത് കുട്ടികളല്ലല്ലോ പൈസ അടക്കുന്നത്, ഇത് മുഴുവൻ രക്ഷിതാക്കളാണല്ലോ. അത് നമ്മൾ ആലോചിക്കണം. കേരളത്തിലെ ഈ യുവജനോത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഏഷ്യയിലെ ഏറ്റവും വലിയ പിന്നെ കലോത്സവം എന്ന് പറഞ്ഞിട്ട് യുവജനോത്സവം നടത്തുന്ന ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ അപ്പീലും കേസും ഉണ്ടാകുന്നതും കേരളത്തിലാണ്. കാരണം എന്തായാലും വേണ്ടില്ല, ഏത് തരത്തിലായാലും വേണ്ടില്ല, ഇനി പിന്നെ ജഡ്ജിന് പൈസ കൊടുത്തിട്ടോ ഏത് തരത്തിലായാലും വേണ്ടില്ല, പിന്നെ എൻ്റെ കുട്ടിക്കും കിട്ടണം ഗിന്നസ് എന്നുള്ള മട്ടിൽ പോയിട്ട് പൈസ കൊടുക്കാൻ ആൾക്കാരുണ്ട്. വളരെ പാവപ്പെട്ട മനുഷ്യന്മാരൊക്കെയാണ്, ചായപ്പീടിക നടത്തുന്ന ആൾക്കാരൊക്കെയാണ് 3,000 ഉറുപ്പിക 3,500 ഉറുപ്പിയൊക്കെ കൊടുത്തിട്ട് കുട്ടീനും കൊണ്ട് എറണാകുളം വരെ പോകുന്നത്. ഇങ്ങനെ ഈ പിന്നെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണെങ്കിലും പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും തട്ടിപ്പിൽ വീണു കൊടുക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് ഒരു വശം. അത് ഇതിൻ്റെ ഒരു സാമൂഹ്യ വശം. പിന്നെ നിയമം എന്ന് പറഞ്ഞൊരു സാധനം, അതിങ്ങനെ പിന്നെ അപകടം പറ്റുമ്പോൾ മാത്രം എടുത്തു വായിക്കാനുള്ള ഒരു പിന്നെ എന്താണ്, നമ്മളൊക്കെ ബസ്സുകളിൽ വല്ല ഓട്ടോറിക്ഷകളിലൊക്കെ FA ബോക്സ് വെക്കുമ്പോൾ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെക്കുമ്പോലെയാണ് കേരളത്തിലെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ എന്നുള്ളത്. അത് മാറാത്തിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരികയും നമ്മളിങ്ങനെ ഇതിനെ പറ്റിയിട്ട് ആവർത്തിച്ച് തത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നുള്ളതായിരിക്കും വരും കാലങ്ങളിലുള്ളതിൻ്റെ ഒരു അവസ്ഥ. ഇതിലിപ്പോൾ 300 രൂപയുടെ സാരി 1,300 രൂപയ്ക്ക് അവർക്ക് കൊടുക്കുന്നു. ഭീമമായൊരു സംഖ്യ, 12,000 കുട്ടികളിൽ നിന്ന് 1,500 രൂപ വെച്ച് ഫീസ് മേടിക്കുന്നു. അത് കൂട്ടി നോക്കുമ്പോൾ തന്നെയും കോടികളുടെ ഇടപാട് അതിനകത്ത് നടന്നു. പിന്നെ നാസർക്ക് സൂചിപ്പിച്ച പോലെ കുസാറ്റിൽ നേരെ അകലത്തിലല്ല ഈ കലൂര്, പല വിഷയങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതെ, നാസർക്കാരിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു വെച്ചാൽ ഇതൊരു പ്രശ്നമാണ്. പറ്റിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനത ഇവിടെയുണ്ട്. അത് ഇത് മാത്രമല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചകളുടെ ഇടവേളകൾ പത്രങ്ങൾ വായിക്കുന്നില്ലേ, നിക്ഷേപ തട്ടിപ്പ്, ഇത്ര പൈസ എന്നാൽ ഇത്ര ലാഭം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞിട്ട് പൈസ മേടിക്കും, ആളുകളിൽ നിന്ന് പൈസ മേടിക്കും. അത് ആടാകാം, മാഞ്ചിയാകാം, മാർബിളാകാം, ഇങ്ങനെ പലതും. എൻ്റെ നാട്ടിലല്ലേ മാർബിൾ തട്ടിപ്പുണ്ടായിരുന്നു. അപ്പോൾ എത്ര കോടികളാണ് അവർ കൊണ്ടുപോകുന്നത്. കുറേ ആളുകളിൽ നിന്ന് പൈസ മേടിക്കും. ഇപ്പോൾ കുറേ ആളുകളെന്ന് വെച്ചാൽ ഒരാളിപ്പോൾ 5,000 രൂപ അല്ലെ 10,000 രൂപ 20,000 രൂപ ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ നൂറുകണക്കിന് ആളുകൾ മേടിക്കും. ഈ കിട്ടുന്ന ആൾക്ക് കോടികളാണ്. ഇതൊക്കെ സമാഹരിച്ച് വെച്ചിട്ട് ടപ്പ് ആൾ മുങ്ങും. ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതേമാതിരിയുള്ള പരിപാടിയാണിത്. 12,000 ആളുകൾ, എത്ര രൂപ വരെ മേടിക്കും? 300 രൂപ, 12,000 വരെ മേടിച്ചു. അപ്പോൾ ഇത് കുറേ സംഗതി ഇനിയും വരാനുണ്ട്. ഇപ്പോൾ സാരിയുടെ കഥ ഇന്നലെയാണ് വന്നിരിക്കുന്നത്. അത് പോലീസ് കേസെടുത്തിട്ട് അന്വേഷണം നടക്കട്ടെ. പക്ഷേ ഇതിൽ സങ്കടകരമായുള്ള കാര്യം ഇതാണ്, ഒരു ജനപ്രതിനിധി അവർ നോക്കുന്നതിൽ ഒരു നിലക്കും പങ്കാളിയല്ലാത്ത അവരെന്താണ് അവരുടെ മണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥലത്ത് ഈ പരിപാടി നടക്കുമ്പോൾ അവരെ ഉദ്ഘാടകയായിട്ട് വിളിക്കുന്നു. അതിൽ അവരിപ്പോൾ വെന്റിലേറ്റർ കിടക്കുകയാണ് സൈപ്പു. അതുണ്ടാക്കുന്നൊരു വേദന ഉണ്ടല്ലോ, അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് നോക്കൂ, അതില്ലായിരുന്നുവെങ്കിൽ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉമാ തോമസ് ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുക. ഈ ഉഡായിപ്പിനെ കുറിച്ച് നമ്മൾ ആരും അറിയില്ലല്ലോ. ഇന്നിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന പത്രങ്ങളിൽ ഞാൻ വായിച്ചു, കൊച്ചിൻ മേയറുടെ അനുമതി ഉണ്ടായിരുന്നില്ല. ആലോചിച്ച് നോക്കട്ടെ, അനുമതിയില്ലാതെ 12,000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് ഒരു നഗരമധ്യത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അനുമതി ഉണ്ടായിരുന്നില്ല, ലൈസൻസ് ഉണ്ടായിരുന്നില്ല, വിനോദ നികുതി അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെന്താ വെള്ളരിക്കപ്പെട്ടതാണോ? ഒരാൾക്ക് നഗരം മധ്യത്തിൽ 12,000 ആളുകളെ വെച്ചിട്ടൊരു ചടങ്ങ്,
ഒരു അനുമതിയും ഇല്ലാതെ ഒരു ലൈസൻസിങ്ങും ഇല്ലാതെ നടത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്തുവാടെ ഇത് ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പം ഇതൊക്കെ പുറമേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്ത്രീ ദുരിതത്തിൽ പെട്ടതുകൊണ്ടാണ്. ഇത് ഭയങ്കര പ്രശ്നമാണ്. നീ പറഞ്ഞ ഈ കൊസാറ്റിൽ സംഭവം ഉണ്ടായത് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച സംഭവമായിരുന്നു. ഇതിലൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശരിയാം വിധമുള്ള ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കില്ല എന്നുള്ളതാണ്. സ്റ്റാമ്പീഡ്, ആളുകൾ തിക്കിത്തിരക്കി മരിക്കുന്ന എന്തോരം ദുരന്തങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. എന്തോരം സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ, ശാസ്ത്രീയമായ ക്രൗഡ് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ നമുക്കില്ല എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സംഭവമൊന്നുമല്ല. അതെന്ന് വെച്ചാൽ ഓരോ ഇവൻറ്റിനും അത് സ്ലാബ് വെക്കണം. ഇത്ര ആളുകൾ പങ്കെടുക്കുന്ന ഇവൻറ്റിന് ഇന്ന പ്രൊവിഷൻസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ 1 to 100 ആളുകൾ പങ്കെടുക്കുന്ന ഇവൻ്റാണോ അതിന് സോ ആൻഡ് സോ പ്രൊവിഷൻസ് ഉണ്ടാവണം. 1 to 200 ഇവൻ്റാണോ അതിന് സോ ആൻഡ് സോ പ്രൊവിഷൻസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഓരോ സ്ലാബ് വെച്ച് ഓരോ ഇവൻറ്റിനെയും കാറ്റഗറൈസ് ചെയ്തിട്ട് അതിന് നിർണിതമായ പ്രൊവിഷൻസ് ഉണ്ടായിരിക്കണം നിഷ്കർഷിക്കുകയും അങ്ങനെ പ്രൊവിഷൻസ് ഇല്ലാത്ത ഇവൻറ്റുകൾ നടത്താൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് വേണ്ടത്. അത് ഇങ്ങനത്തെ ഡാൻസ് പരിപാടിയൊന്നുമില്ല, കല്യാണത്തിൻ്റെ കാര്യത്തിൽ പോലും ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മുടെ നാട്ടിൽ വലിയ കല്യാണങ്ങൾ ചിലപ്പോൾ ചിലയിടത്ത് നടക്കും. അത് ഹാളിലായിരിക്കാം, വീട്ടിലായിരിക്കാം, ഓക്കെ, നല്ല കാര്യം അവരുടെ കുടുംബത്തിൽ. പക്ഷേ ഈ വലിയ കല്യാണം നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പ്രദേശത്ത് വാഹന ഗതാഗതം പോലും ഡിസ്റപ്റ്റ് ആവുകയാണ്. ഓക്കെ, അയാൾക്ക് 1000, 2000, 3000 ആളെ വിളിച്ച് കല്യാണം നടത്താനുള്ള അവകാശമൊക്കെ ഉണ്ട്. അങ്ങനെ കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിന് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ അയാൾ ഉണ്ടാക്കിയിരിക്കണം. ഇത് നാട്ടുകാർ മുഴുവൻ ബുദ്ധിമുട്ടിക്കുകയാണ്. മണിക്കൂറുകളോളം റോഡ് ബ്ലോക്ക് ആവുകയാണ്. അങ്ങനൊരു കല്യാണം നടത്താൻ പറ്റില്ല. അവിടെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിന് ഇടപെടാനും നിങ്ങൾ ഇത്ര ആളെ വിളിച്ചൊരു കല്യാണം നടത്തുമ്പോൾ അതിനാവശ്യമുള്ള ഇന്ന പ്രൊവിഷൻസ്, അത് പാർക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഹൗസ് തന്നെ പറഞ്ഞ കാര്യമാണ്. നമുക്ക് കല്യാണത്തിന് ലക്ഷങ്ങൾ മുടക്കി നമ്മൾ കല്യാണം നടത്തും പോലെ. ഇതിൽ ഇത്രയും പൈസ മുടക്കുന്ന ആളുകൾ, ഇവിടെ വരുന്ന സ്ത്രീകളും കുട്ടികളും ഉണ്ടാവുമല്ലോ, അവർക്കുള്ള എന്തെങ്കിലും പ്രൊവിഷൻസ് നമ്മൾ കാണുന്നുണ്ടോ? ഈ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ, അല്ലെ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിനുള്ള പ്രൊവിഷൻ, അല്ലെങ്കിൽ അവർക്ക് സവിശേഷമായ ആവശ്യമുള്ള എന്തെങ്കിലും പ്രൊവിഷൻസ് നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാണ് കാണാത്തത്? ഈ കല്യാണം നടത്തുന്ന ആളുടെ ഇത് കാശില്ലാത്തതുകൊണ്ടല്ല, അയാൾ പിശുക്കനായതുകൊണ്ടല്ല. ഇത് നമ്മുടെ ബോധത്തിലില്ല. നമ്മൾ ക്രൗഡ് വരുന്ന ഒരു ഇവൻറ്റ്, അത് പ്രൈവറ്റ് ഇവൻ്റ് ആവട്ടെ, പബ്ലിക് ഇവൻ്റ് ആവട്ടെ, കല്യാണമാവട്ടെ, ഡാൻസ് പാർട്ടി ആവട്ടെ, ഗാനമേളയാവട്ടെ, അതിന് നിർണിതവും നിശ്ചിതവും കൃത്യവും ശാസ്ത്രീയവുമായിട്ടുള്ള പ്രോട്ടോക്കോൾസ് ഉണ്ടായിരിക്കണം. അത് കർശനമായി നടപ്പിലാക്കുന്നു. വെച്ചാൽ അത് തുടങ്ങുമ്പോൾ നടപ്പിലാക്കാന്നല്ല, അങ്ങനെ ഒരു ഇവൻ്റ് നടത്തുവാൻ അതിന് മുൻകൂർ അനുമതി ഉണ്ടായിരിക്കണം. ആ മുൻകൂർ അനുമതിക്ക് വേണ്ടി ആളുകൾ കണ്ട സർക്കാർ ഓഫീസ് മുഴുവൻ കയറി ഇറങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്. അതിനുള്ള പ്രൊവിഷൻസ്, ഇപ്പം പ്രത്യേകിച്ച് ഈ ഇൻഫർമേഷൻ ടെക്നോളജീസ്, അതൊന്നും വലിയ പണിയല്ല. പക്ഷേ അത് ഫയർ ആൻഡ് റെസ്ക്യൂ, ട്രാഫിക് പോലീസ്, ഇങ്ങനെ വിവിധ ഏജൻസികളുമായി ബന്ധപ്പെട്ട അതിൻ്റെ പരിശോധന നടത്തുവാനും അതിന് അനുമതി നൽകുവാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ നിർണിതമായിട്ടുള്ള ക്രൗഡ് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഇല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, സൈഫ് പറഞ്ഞാൽ ഗുസാറ്റിൽ ഇത് സംഭവിച്ച് കിലോമീറ്റർ അകലത്തിലാണ് മറ്റൊന്ന് സംഭവിക്കുന്നത്. ഇതാണ് ഇതിലൊരു കാര്യം. പക്ഷേ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇതിലൊന്നും വലിയൊരു അതൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ വേണോ? നമുക്ക് എങ്ങനെയും പരിപാടികൾ നടത്തി. ഇപ്പോൾ ഒരു CPM-ൻ്റെ വിജയരാഘവൻ പ്രസംഗിച്ചിട്ടില്ലേ, എന്താണ് റോട്ടിൽ കൂടെ ഞങ്ങൾ ജാഥ നടത്തുമ്പോൾ നിങ്ങളെന്തിനാണ് മലയിൽ പോയിട്ട് സമ്മേളനം നടത്താൻ പറ്റുമോ? നിങ്ങൾ ഈ കാറിൽ അമ്മായിയപ്പനെ കാണാൻ വേണ്ടിയിട്ട് കാറിൽ ഇങ്ങനെ സുഖിച്ച് പോകുന്ന നിങ്ങൾ നടന്നു പോയാൽ പോരെ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരും രാഷ്ട്രീയ നേതൃത്വമുള്ളൊരു നാടാണ്. അതുകൊണ്ട് ഈ ചിന്താരീതി തന്നെ മാറണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പണ്ടത്തേക്കാൾ കൂടുതൽ ആളുകൾ പുറത്തേക്കിറങ്ങുന്ന ഒരു കാലമാണ്. പുറത്തേക്കിറങ്ങാൻ കാരണങ്ങളുമുണ്ട്. അപ്പോൾ ഈ ആൾക്കൂട്ടം പങ്കെടുക്കുന്ന പരിപാടികൾ മാനേജ് ചെയ്യാനുള്ള ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്കില്ല. ഇനി ഉള്ളത് തന്നെ മര്യാദയ്ക്ക് പാലിക്കപ്പെടുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും. അധികൃതരുടെ ശ്രദ്ധ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്ന. നാളെ വേണ്ടി ഇരിക്കാം. നമസ്കാരം.